ഹായ് കൂട്ടുകാരെ, എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചൂരമീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിന്റെ കൂടെയും കപ്പയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചൂരമീൻ കറിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചൂരമീനൊക്കെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ തക്കാളി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇവിടെ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1/4 സ്പൂൺ കടുകും 1/4 സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 പിഞ്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് പെരിഞ്ജീരകം ഒന്നും വേണ്ട, 2 പിഞ്ച് പെരിഞ്ജീരകമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. നിങ്ങൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചമുളകിന് നല്ല എരിവാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊരു പ്രത്യേക കളറുമാണ്. അതുപോലെ പച്ചമുളകിന്റെ ഒരു പ്രത്യേക രുചിയും ഈ കറിക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ അളവ് കൂട്ടണം. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളിക്ക് നമ്മൾ ഇവിടെ അരച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ആ സമയത്തേക്ക് ഞാൻ നമ്മുടെ തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന ജാറി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇരുന്നേരം എണ്ണ തെളിയുന്ന വരെ ഇരുന്നൊന്ന് പറ്റട്ടെ. ഇപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടിയ കുടംപുളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിന് മുമ്പ് ആദ്യം 3-4 വട്ടം നമ്മൾ ഇതൊന്ന് കഴുകിയെടുക്കണം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ 1 ഗ്ലാസ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ മീൻ ഇട്ട് കഴിയുമ്പോൾ മീനിനകത്തുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങും. നമ്മൾ മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ അരപ്പൊക്കെ തിളച്ചതിന് ശേഷം മാത്രം മീനിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോവും. മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ അരപ്പൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം തലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ കഷ്ണങ്ങൾ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തല ഒരുപാട് ഇഷ്ടം, അതുകൊണ്ടിട്ടാണ് ഞാൻ ആദ്യമേ തല തന്നെ വെച്ച് ഇട്ട് കൊടുത്തത്. ഇപ്പം ഇത് നമ്മുടെ മീനൊക്കെ മുങ്ങിക്കിടക്കാനുള്ള അത്രയും ചാറുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്ത് അതെല്ലാം മുങ്ങിക്കിടക്കും. നമ്മളുടെ ഫിഷൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇത്രയും ചാറ് തന്നെ ഉണ്ടാവും. കാരണം നമ്മളുടെ മീനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ വെള്ളമാണ്. കണ്ട സ്പൂൺ വെച്ചൊന്ന് ഇതാക്കി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ചാറിൽ മുങ്ങിക്കിടപ്പുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പം നമ്മളുടെ മീൻകറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ചും കൂടെ പറ്റിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ചാറ് വേണ്ട. നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് സൈഡിൽ തെളിഞ്ഞ് കിടക്കുന്നത് വേണ്ട. നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പം നമ്മളുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് പറ്റി കുറുകി വന്നിട്ടുണ്ട്.
ഇനി അത് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടെ പറ്റിയിരിക്കും. നല്ല പറ്റി കുറുകിയിരിക്കുന്ന ഒരു പരുവാവും. ഇനി നമ്മൾ ഒരു തുണി വെച്ചിട്ട് ചട്ടി ഒന്ന് കറക്കി കൊടുക്കുക. ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇടാൻ മറക്കരുത്. എൻ്റെ ഈ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കാഞ്ഞതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു മീൻ പോലും പൊടിഞ്ഞു പോയിട്ടില്ല. നമ്മൾ തലയൊക്കെ അതേപടി അതിൽ കിടപ്പുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മീനൊക്കെ ഒന്ന് നന്നായിട്ട് കറിയൊക്കെ ഒന്ന് പറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കപ്പയുടെയോ ചൂട് കുത്തരിച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.